കോഴിക്കോട് ഡോക്ടർ ഷമാ മുഹമ്മദ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഷമാ മുഹമ്മദിനെതിരെ കേരള പോലീസ് മതസ്പർദ്ധ വളർത്തുന്നൊരു കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു കേസ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിന് ആസ്പദമായിട്ടുള്ള കാരണമായിട്ട് ഇപ്പോൾ പോലീസ് പറയുന്നത്? എന്നോട് ഇതുവരെ ഒരു പോലീസൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പോലീസും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയുന്നത്, പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞിരിക്കുകയാണ് 400-ലധികം കിട്ടിയ ഭരണഘടന മാറ്റും. നമുക്കറിയാലോ, ഇവർ ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം, ഒരു എലക്ഷൻ, ഇത് ഒരു തെരഞ്ഞെടുപ്പ്, ഇത് ആരാ പറയുന്നത്? ഞാനല്ല. പിന്നെ നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ 200-ലധികം ചേർച്ചുകൾ ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം? അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചോ? അവിടെ പ്രസിഡൻസ് റൂളായോ? നരേന്ദ്രമോദി എന്തുകൊണ്ട് അവിടെ പോയില്ല? 3 കൊല്ലം മുമ്പേ ധരം സൻസദ് ഉത്തരാഖണ്ഡിൽ പറഞ്ഞിരിക്കുക മുസ്ലിംസിൻ്റെ ജനസൈഡ് വേണം. അതിൻ്റെ ആരാ ഉത്തരവാദിത്വം? ആരാ അറസ്റ്റ് ചെയ്തു? അതിൻ്റെ മേലെ ഇവർ കേസെടുത്തോ? എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ CPM കുറേ നേതാവുകൾ ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ മേലെ ഈ കേസില്ലാത്തത്? കേരള പോലീസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? കേരള പോലീസ് ആ രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ഇന്നറിയണം. എനിക്ക് അതിൻ്റെ മറുപടി ഞാൻ പറയുന്നത്, ഞാൻ ഒരു കാര്യം പിൻവലിക്കൂല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക, ഡറോ മത്, ഡർക്കെ രാജ്നീതി മത് കറോ, പേടിക്കാൻ പാടില്ല. എനിക്ക് പേടിയില്ല, എൻ്റെ നേതാവ് പറഞ്ഞിരിക്കുക. ഇതിനകത്ത് കേരള പോലീസ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചെന്നുള്ള അഭിപ്രായം തന്നെയാണോ? അതായത് അവർ അല്ല, എനിക്ക് മനസ്സിലായിട്ട് ഇതിൽ ആ സെക്ഷൻ ഇട്ടത് വളരെ തെറ്റാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനത്തെ ഒരു കാര്യം. ഞാൻ പറഞ്ഞ പള്ളികളും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഇല്ലാണ്ടായിരിക്കാൻ പറ്റും ഒരു ഇതാന്ന് പറഞ്ഞത്. അത് ഒരു ഈ സംശയത പറഞ്ഞത്. അപ്പോൾ അതിനെന്താ ഞാൻ ഏത് മതത്തിൻ്റെ എതിരായിട്ട് ഞാൻ പറഞ്ഞത്? നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ ഒരു മതത്തിൻ്റെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനൊരു മതേതരത്തിലുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്, സെക്യുലർ ഫാമിലിയിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഭർത്താവ് വരെ വേറെ മതത്തിൽ നിന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമില്ല. പക്ഷേ ഞാനതാ പറയുന്നത്. കുറേ CPM നേതാവ് പറയുന്നുണ്ട്, രാവും പകലും രാത്രിയും. അവരെ മേലെ എന്തുകൊണ്ട് കേസില്ല? എന്തുകൊണ്ട് ഷമാ മുഹമ്മദിന്റെ മേലെ കേസുണ്ട്? കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള കേസ് എടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഞാനത് അവരെ FIR എനിക്ക് കാണണം. പക്ഷേ എൻ്റെ ഇതിൽ എന്തുകൊണ്ട് എൻ്റെ മേലെ കേസ് എടുത്തിരിക്കുക? എന്തുകൊണ്ട് ഈ FIR അവർ സെക്ഷൻ നോക്കൂ, ഏതാ സെക്ഷൻ ഇട്ടത്? ആ സെക്ഷൻ അത് വളരെ തെറ്റാണ്. എവിടെയാണ് ഇത് മതസ്പർദ്ധ വളർത്തുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഏത് ലൈനാണ് അതിലുള്ളത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആരെവരോട് പറയുന്ന ഷമാ മുഹമ്മദിൻ്റെ മേലെ കേസിടാൻ? അതാണ് നമുക്കറിയേണ്ടത്. അത് അവരോട് നിങ്ങൾ ചോദിക്കേണ്ടത്, കേരള പോലീസിനോട് ചോദിക്കേണ്ട ചോദ്യം എന്ന്. ഈ കേരള പോലീസ് ആരെ കീഴിലാണ്? ആരെ ആഭ്യന്തര മന്ത്രി? പിണറായി വിജയനോട് പോയി ചോദിക്കൂ. എന്തായാലും ഇതിനകത്ത് ഒരു പിന്മാറ്റവും ഇല്ല. ഞാൻ പിന്മാറുന്ന ഒരാളുമല്ല. എന്തായാലും ഷമാ മുഹമ്മദ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൃത്യമായ രീതിയിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ കേരള ആഭ്യന്തര വകുപ്പിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് ഈ കേസിന് പിന്നിൽ എന്നുള്ള കാര്യം തന്നെയാണ് ഷമാ മുഹമ്മദ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചുർബോഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ.